ഇക്ക ഇനി വരുമ്പോൾ എന്തായാലും ഇൻഷാ അല്ലാ പത്തിരി തന്നെ ആയിരിക്കും എപ്പോഴും. ഇക്കാക്ക് പത്തിരിയും ബീഫ് ഫ്രൈയും ബീഫ് വരട്ടും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഫ്രൈയും വരട്ടൊക്കെ നമ്മൾ നന്നായിട്ട് ചെയ്യും. പക്ഷേ പത്തിരി ഉണ്ടാക്കാൻ ഒരു പേടിയായിരുന്നു. കാരണം ഉമ്മ പണ്ട് വാട്ടി തരും, വലിയ താലത്തിലിട്ടിട്ട് ഇങ്ങോട്ട് ചട്ടിയിൽ നിന്ന് ഇങ്ങോട്ട് കൊട്ടി തന്നിട്ട് പറയും അങ്ങോട്ട് കുഴച്ചോ എന്ന് പറയും. ചെറുതല്ലേ, ഇതിങ്ങോട്ട് പിടിച്ചിട്ട് അള്ളി പിടിക്കുമ്പോൾ കയ്യിൻ്റെ ഉള്ളൊക്കെ ഇങ്ങോട്ട് ചുവന്നാകെ തലൻ്റെ നെറുവിൽ വരെ ചൂടെത്തും, വേർത്തൊഴുകി. പിന്നെ പത്തിരിനോടൊരു വെറുപ്പായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ. പത്തിരി എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കുമ്പോൾ എനിക്കതൊരു വലിയ ടേസ്റ്റൊന്നും തോന്നലില്ല, എൻ്റെ ശത്രുവിനെ പോലെയായിരുന്നു. ഇപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ. അത്രയൊന്നും മെനക്കെടേണ്ട ഒരു ആവശ്യമില്ല. പത്തിരി ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണെന്ന് മനസ്സിലായി. നിങ്ങൾക്കും ഞാൻ ഈ ഒരു ട്രിക്ക് പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഇത് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ മെസ്സേജ് വിട്ടാൽ മതി, വീഡിയോ ഞാൻ എടുത്ത് വിടാം കേട്ടോ. ഓക്കെ, അപ്ലോഡ് ചെയ്തോളാം. അപ്പോൾ എല്ലാവരും പത്തിരിയൊക്കെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. സൂപ്പറായിട്ട് പത്തിരി ഉണ്ടാക്കുക. അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് പറയണം, മൂത്താപ്പൻ്റെ മോളൊക്കെ പറയും, എടി നീ എല്ലാ ഫുഡും ഉണ്ടാക്കുന്നുണ്ട്, നീ കുറച്ചുണ്ടാക്കി. ഞാൻ ചെറിയൊരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് പൊടി കൊണ്ട് ഉണ്ടാക്കിയതാണ്. ചെറിയൊരു സ്റ്റീലിൻ്റെ ഗ്ലാസ്സിൽ 3, 4, 5, 6, 7, 8, 9, 10, 11, 12 പത്തിരി കിട്ടിയിട്ടുണ്ട് എനിക്ക്. കാരണം ഇത് ഇക്കുണ്ടെങ്കിൽ ഇക്കാക്ക് ഇത് മുഴുവൻ വേണ്ടി വരും കേട്ടോ. കാരണം ഇക്കാക്ക് പത്തിരി എന്ന് പറഞ്ഞാൽ അത്ര ജീവനാണ്, ഈ നൈസ് പത്തിരി. ഇത് പറയുമ്പോൾ ഞാൻ പരത്തിയിട്ട് പോലുമില്ല, പ്രസ് ചെയ്തതാണ്, ഒന്ന് പരത്തിയിട്ട് പോലുമില്ല, പലകയൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ അത്രയും സിമ്പിളാണ്. അപ്പോൾ നമുക്ക് പത്തിരിയൊക്കെ നമുക്ക് എല്ലാ റമദാനും ഉണ്ടാക്കാം, ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇക്ക വരുമ്പോഴേക്കും നല്ല എക്സ്പേർട്ടായിട്ട് ഞാൻ പത്തിരി ഉണ്ടാക്കും ഇൻഷാ അല്ലാ. ഇക്ക പത്തിരി മതി എന്ന് പറയുന്നവരെ ഇൻഷാ അല്ലാ പത്തിരി ഉണ്ടാക്കി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് കേട്ടോ. അള്ളാഹു അതിനെ ആവതാക്കട്ടെ, പ്രാർത്ഥിക്കട്ടോ. റമദാനല്ലേ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ എനിക്ക് തരി കാച്ചണം, ഒരു ഗ്ലാസ് കുറച്ച് ഉണ്ടാക്കണം. ഞാൻ ഒന്നും ഉണ്ടാക്കാറില്ല, ഒറ്റയ്ക്കാവുമ്പോഴേ എന്തിനാണ് വെറുതെ എന്ന് വിചാരിക്കും. അപ്പോൾ ഈ റമദാന് ഞാനും ആക്റ്റീവായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. മാക്സിമിന് പോയിട്ടുണ്ടായിരുന്നു, അതിൻ്റെയൊക്കെ ഒരു ഇതുണ്ട്. പിന്നെ കുറച്ച് വെള്ളം കലക്കണം, എന്തെങ്കിലും വെള്ളത്തിനുള്ളതുണ്ട് ഇവിടെ. അപ്പോൾ വെള്ളം കലക്കണം. നാരങ്ങ തൊടാൻ പാടില്ല എന്നുള്ള ഓർഡറുണ്ട്, അതുകൊണ്ട് നാരങ്ങ കലക്കുന്നില്ല. വേറെ എണ്ണക്കടികളൊന്നും ഉണ്ടാക്കണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. പിന്നെ കുറച്ച് ചായ വേണമെങ്കിൽ ചെയ്യാം, എണ്ണക്കടി വേണമെങ്കിൽ 1 2 എണ്ണം വാങ്ങിക്കാമെന്ന് വെച്ചു. ഇൻഷാ അല്ലാ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ. അപ്പോൾ പത്തിരി 1 2 3 4 5 6